إن الحمد لله وسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 91 മുതൽ 93 ആയത്ത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, അൻദഉ ലിർറഹ്മാനി വലദ, അവർ പ്രസ്താവിച്ചതിനാൽ, അവർ വിളിച്ചതിനാൽ, ലിർറഹ്മാനി വലദ, റഹ്മാനായ അല്ലാഹുവിന് പുത്രനുണ്ട് എന്ന് അവരുടെ പ്രസ്താവനയാൽ, വമാ യംബഗി ലിർറഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന് ചേരുകയില്ല, അല്ലെങ്കിൽ യോജിക്കുകയില്ല, അയ്യത്തഖിദ വലദൻ, ഒരു പുത്രനെ സ്വീകരിക്കുക എന്നത്, ഒരു പുത്രനെ സ്വീകരിക്കുക എന്നുള്ളത് അത് മനുഷ്യർക്ക് ചേരുന്നതാണ്. ആ മനുഷ്യരുടെ ഗുണം ഒരിക്കലും അഖില ലോകങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അതിന്റെ സൃഷ്ടാവും മലിക്കും ജബ്ബാറുമായ അല്ലാഹുവിന് ഒരിക്കലും ചേരുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അതിനുശേഷം അല്ലാഹു പറയുന്നു, ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരും എല്ലാ ആതിർ റഹ്മാൻ, റഹ്മാനായ അല്ലാഹുവിന്റെ അടുക്കൽ വരികയില്ല, അബദൻ, അടിമയായിട്ടല്ലാതെ, അല്ലാഹുവിന്റെ അടിമയായിട്ടല്ലാതെ. ഇവർ ജൽപ്പിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പുത്രനായി അല്ലാഹുവിന്റെ അടുത്തേക്ക് അല്ലാഹു ആരെയും ഒരുമിച്ചു കൂട്ടുന്നതല്ല. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള മുഴുവൻ ജിന്നുകളും മനുഷ്യരും മലക്കുകളും എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളായി കൊണ്ടാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് വരുന്നത്. അല്ലാഹുവിന്റെ അടുത്തേക്ക്, ആ മഹ്ശറാവൻ സഭയിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇവർ ജൽപ്പിക്കുന്നത് പോലെയല്ല കാര്യം. അല്ലാഹുവിന് ഒരിക്കലും ഇത്തരം ജൽപ്പനങ്ങൾ ഒരിക്കലും യോജിച്ചതല്ല. അതികഠിനവും കഠോരവുമായ ഒരു വാദമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. യഹൂദ ക്രൈസ്തവർ അഹ്ലുൽ കിതാബുകളെ കുറിച്ചാണ് അല്ലാഹു ഈ പ്രസ്താവിക്കുന്നത്. നബി അല്ലാഹുവിന്റെ പുത്രനാണെന്ന യഹൂദരുടെ വാദവും, അതുപോലെ ഈസ ഇബ്നു മറിയം അല്ലാഹുവിന്റെ പുത്രനാണെന്ന നസാറാക്കളുടെ വാദവും, അതുപോലെ മക്ക മുശ്രിക്കുകൾ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്നുള്ള അറബി മുശ്രിക്കുകളുടെ വാദത്തിനെയും ഗണ്ണിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാവരും അടിമകളാകുന്നു. ആരും തന്നെ അല്ലാഹുവിന്റെ പുത്രനോ അല്ലെങ്കിൽ വിശേഷപ്പെട്ടവരോ ആയിട്ടില്ല. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.